അതെ, എനിക്കെല്ലാം ചെയ്യാനറിയാം, പറയാനും അറിയാം. പക്ഷെ ഉണ്ടല്ലോ, ഈ ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഒന്ന് സംസാരിക്കാൻ എന്തോ പണ്ടൊക്കെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനാണെങ്കിലും ജോലി സ്ഥലത്ത് ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാനാണെങ്കിലും ഒക്കെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് മിക്കവാറും പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഈ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ ഈ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉണ്ട്, കിടപ്പുണ്ട്. പക്ഷേ ഇത് നമുക്ക് അങ്ങോട്ട് എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളില്ല. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. നമ്മുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. നമ്മുടെ ഷോൾഡർ, നമ്മുടെ പോസ്റ്ററൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചിന്നപ്പ് ചെയ്ത് തന്നെ നടക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ കൂടും. അതിൻ്റെ കൂടെയാണ് നമ്മൾ നോ പറയാൻ പഠിക്കുക. അതായത് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ വേറെ ആരും വന്നിട്ട് നമ്മളെ പുറകെ നിന്ന് ഉന്തി തരും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ ഇറങ്ങിയാലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് റേറ്റിലോട്ട് നമ്മൾ വരുള്ളൂ. അപ്പോൾ ഈ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണോ ചെയ്യാൻ പറ്റാവുന്നത്, ഈ മിറർ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഇങ്ങനെ കോൺഫിഡൻസ് ലെവൽ കുറവുള്ള ആൾക്കാർ. താങ്ക്